ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ഈ വിശുദ്ധമായ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും ആത്മപരിശുദ്ധിയുടെയും സമയമാണെന്ന് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുപ്പമാകാൻ ദൈവം നമ്മെ വിളിക്കുന്നു. നോമ്പ് എന്നത് വെറും ഭക്ഷണം വിട്ടുനിൽക്കലല്ല, അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മങ്ങളിലും നാം വളരേണ്ട സമയം കൂടിയാണ് ഈ നോമ്പുകാലം. ഒരു ചെറിയ കഥ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ബാലൻ നോമ്പുകാലത്ത് മിഠായി കഴിക്കുന്നത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ അത് രഹസ്യമായി കഴിച്ചു. പിന്നെ അവൻ ദുഃഖത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അറിയാതെ വീണ്ടും പ്രലോഭനത്തിൽ വീണുപോയി. എന്നോട് ക്ഷമിക്കണമേ, എന്നെ സഹായിക്കണമേ, എനിക്ക് ശക്തി തരണമേ എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മോനെ, ദൈവം നമ്മൾ ഒരിക്കലും വീഴരുത് എന്ന് പറയുന്നില്ല, പക്ഷേ വീണാൽ വീണ്ടും എഴുന്നേൽക്കാൻ പഠിക്കണമെന്ന് പറയുന്നു. ആ ബാലൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, തൻ്റെ തെറ്റ് തിരുത്തി, നോമ്പിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പ് എന്നത് പൂർണ്ണത കൈവരിക്കുക എന്നതല്ല, മറിച്ച് പരിശ്രമവും മാനസാന്തരവുമാണ്. നമ്മുടെ ദൗർബല്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിലേക്ക് തിരിയുവാനുള്ള സമയമാണ്. ഈ നോമ്പുകാലം നമ്മെ അതിനായി ഒരുക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും നമ്മുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ.